കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം മറിഞ്ഞ് സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ച് ആശുപത്രി സൂപ്രണ്ട്. കെട്ടിടത്തിൽ ആളില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവനയുടെ ഉത്തരവാദിത്തം തനിക്കെന്ന് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബിന്ദുവിന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. അതിനിടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ MLA രംഗത്തെത്തി. ആരോഗ്യ വകുപ്പിനെതിരെ രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ്. ബലക്ഷയം ബാധിച്ച കെട്ടിടം മറിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയത് മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന കൊണ്ടാണെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാകുന്നതിനിടെയാണ് സൂപ്രണ്ടിന്റെ പ്രതികരണം. കെട്ടിടത്തിൽ ആളില്ലായിരുന്നുവെന്ന് മന്ത്രിയോട് പറഞ്ഞത് താനാണെന്നും മന്ത്രിയുടെ വാക്കുകളുടെ ഉത്തരവാദിത്തം തനിക്കാണെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനാണ് അവിടെ ആദ്യം എത്തുന്ന വാസൻ സാറുമായിട്ട് ഞാനാണ് പറഞ്ഞ ആരും കാണാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കുട്ടിയുടെ അമ്മയെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു സംശയം വന്നു. അത് നമ്മൾ പെട്ടെന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ അത് കാഷ്വാലിറ്റിയിൽ അമ്മയെ കണ്ടെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ഇൻഫർമേഷൻ സൂപ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ മിനിസ്റ്റർക്ക് കൈമാറിയതും മിനിസ്റ്റർ അത് പറഞ്ഞത്. 11-12 വാർഡുകളിലെ ശുചിമുറികൾ അടച്ചിരുന്നതായും 10ാം വാർഡിലെ രോഗികളാകാം ശുചിമുറി ഉപയോഗിച്ചതെന്നും സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. കെട്ടിടം ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം നിലനിൽക്കെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കെട്ടിടം ഉപയോഗിക്കാൻ മൗനാനുവാദം നൽകിയ മെഡിക്കൽ കോളേജ് അധികൃതർക്കാണ് പിഴവ് സംഭവിച്ചതെന്ന് സമ്മതിക്കുകയാണ് സൂപ്രണ്ട്. അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മുട്ടുച്ചിറയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇതിനിടെ ബിന്ദുവിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യവുമായി ചാണ്ടി ഉമ്മൻ മോർച്ചറിക്ക് മുന്നിലെത്തി. പന്തം കൊളുത്തി പ്രകടനവുമായി എത്തിയ MLAയെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. കുടുംബത്തിന്റെ ധനസഹായവും ബിന്ദുവിന്റെ മകൾക്ക് തൊഴിലും ചികിത്സാ സഹായവും നൽകണമെന്ന് ചാണ്ടി ഉമ്മൻ. ആ കുടുംബത്തിന് വേണ്ടി ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രം മതി. ആ കുട്ടിക്ക് ജോലി, ആ കുട്ടിക്ക് ദത്തെടുക്കുന്ന ചികിത്സാ സഹായം 3,40,000 രൂപ കൊടുക്കണം. ഒപ്പം ആ കുട്ടിക്ക് ജോലി കൊടുക്കുക, അത്രേ പറഞ്ഞുള്ളൂ. അത് വീണ്ടും കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തി. എറണാകുളത്തും തൃശൂരും കോഴിക്കോടും ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ഇതിനിടെ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന മന്ത്രി വീണ ജോർജിനെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയിൽ ആരോഗ്യനില തൃപ്തികരമായതോടെ മന്ത്രി യാത്ര തുടർന്നു. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നാളെ കോൺഗ്രസ് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്ന് KPCC അധ്യക്ഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.